നമസ്കാരം എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലൊരു കുട്ടിക്കാലം അല്ലേ. അങ്ങനെ സ്കൂളുകൾ പൂട്ട് ചെയ്യുന്നിട്ടാ എല്ലാവരുടെ വീടുകളിലും കുട്ടികളുള്ളിടത്തൊക്കെ ഇപ്പോൾ സ്കൂൾ പൂട്ടണ തിരക്കാണ്. ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കലും പഠിത്തമൊക്കെ ഒരുമിച്ചാണ്. സ്കൂൾ പൂട്ടണം എന്നുള്ള ചിന്തയിലാണ്. പകുതി തലയിലെ കയറണമല്ലോ, പകുതി ചിന്തിക്കണില്ല. എന്നാലും തിരക്ക് അടിച്ചിട്ട് ആ പോണ സമയത്ത് എന്തെങ്കിലും ഒന്ന് തലക്ക് കയറിക്കോട്ടെ വെച്ചിട്ടാണ് തിരക്കടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നലെയൊക്കെ പഠിപ്പിച്ച് തന്നെ, എന്നാലും സ്കൂൾ പൂട്ടണ ഒരു തിരക്ക്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ തന്നെയാണ് സ്കൂളിൽ കൊണ്ടാക്കിയത്. അന്ന് കൊണ്ടാക്കിയത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മ ഉണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് അവൻ LKG നിന്ന് UKG ക്ലാസ്സിലേക്ക് പോയത്. ഇന്നിപ്പോൾ ആ UKGയിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇന്നത്തോടുകൂടി സ്കൂൾ പൂട്ടുകയാണ്. വീട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ അന്ന് ഞാൻ കൊണ്ടാക്കിയത്. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ ക്ലാസ്സിന് ഞാൻ തന്നെ കൊണ്ടാക്കണം. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി ആ ക്ലാസ്സിൽ ചെന്നിരിക്കാൻ കഴിയില്ല, ടീച്ചർമാരെ കാണാൻ കഴിയില്ല. ക്ലാസ്സിൽ നേരെ പോകുന്നത് 1-ാം ക്ലാസ്സിലേക്കാണ്. സ്കൂളിൽ സ്ഥിരം പോയിരുന്ന ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും ഈ ക്ലാസ്സിൽ വരാൻ തരുന്നിട്ടാണ് വിളിച്ചുകൊണ്ട് വരാറ്. ഇവിടെ കൊണ്ടാക്കും, എന്നും വിളിച്ചുകൊണ്ട് വരും. ഈ ക്ലാസ്സിൽ അവസാനത്തെ ദിവസത്തെ ക്ലാസ്സിലേക്കാണ് അങ്ങോട്ട് പോയത്. അവൻ പഠിക്കുന്നത് ഇവിടെയാണ്, നമ്മൾ പാലിയൂർ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലാണ്. അപ്പോൾ അവിടുന്ന് എക്സാം കഴിയും. അപ്പോൾ ഞാൻ അവിടെ വിട്ടിട്ട് വീട്ടിൽ പോയി, എനിക്ക് ഷോപ്പുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി തിരിച്ച് ഞാൻ എക്സാം കഴിയുന്നത് ഒരു 11:30-11:45 11:40 ബെല്ലടിക്കുക. ആ സമയത്ത് വന്നിട്ട് വിളിക്കുകയും ചെയ്യും. അപ്പോൾ അവസാനം ഞാൻ ആ 11:45 തിരിച്ചെത്തി. ഇപ്പോൾ അവനെ അതേ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. വേറെ അച്ഛന്മാരൊക്കെ അവിടെ ഓരോ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാരെ കുട്ടികളെ വിളിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇപ്രാവശ്യം ഞാൻ തന്നെ പോയി, കുറച്ച് നേരത്തെ പോയി. അവൻ്റെ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറെ കാണാനില്ല, ഇത് മലയാളം ടീച്ചറാണ്. അപ്പോൾ എല്ലാ കുട്ടികളോടും വിഷൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റൊക്കെ കൊടുത്തോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും കൊടുത്ത്, എല്ലാവരോടും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ആശംസകളും ഒക്കെ പറഞ്ഞ് സ്കൂളിന് ടാറ്റ കൊടുത്ത് ഈ അധ്യയനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ വരവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് പൂട്ടിയിട്ടാണ് പറഞ്ഞതെന്നുള്ളത് അല്ലേ. ഇനി എന്നെ തടുക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ധാരണയെല്ലാം നിൽക്കണത്. ഗേറ്റ് അടിച്ച് പൊളിക്കലും, ബാഗ് എടുത്ത് വലിച്ചെറിയലും, ഷർട്ട് എടുത്ത് വലിച്ചെറിയലും, തിരക്കും വളഞ്ഞ് കാർട്ടൂൺ കാണാനാണെങ്കിലും ശരി, കളിക്കാൻ പോകാനാണെങ്കിലും ശരി, ഒരാൾ തടുക്കാനില്ല. ഇനി 2 മാസം ഞാൻ ഓർക്കുള്ളത് തന്നെ. ഇനി വാർത്ത കാണാനോ സീരിയൽ കാണാനോ വീട്ടുകാർക്കൊന്നും ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി 2 മാസം അവരെ കയ്യിലാണ്. 1-ാം ക്ലാസ്സിലേക്ക് പോണ വരെ ഇനി രക്ഷയില്ല. ആർമാദിക്കട്ടെ അവർ, പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ പഠിക്കടാ തല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞ പോലെ കുത്തും ബഹളവും, തിരക്കും ബഹളവും, അടിയും ബഹളവും ഒക്കെ തന്നെ. രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഉച്ചയ്ക്ക് അതില്ല ഇതില്ല, വൈകുന്നേരം വന്നാലും TV കാണലും പിടിക്കലും കളിക്കലും. അപ്പോൾ അവർ ഫുൾ ഫ്രീഡാണ്. എന്തായാലും ചൂടും സമയമൊക്കെയാണ്. വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ വിട്ടാൽ മതി. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഒക്കെ മൊബൈലും ഇതിലൊക്കെയാണ്. അപ്പോൾ പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് പോട്ടെ, കളിച്ച് വളരട്ടെ. അവരൊക്കെ പിള്ളേർ പോയി കളിക്കട്ടെ, 2 മാസം കളിച്ച് വളരട്ടെ. ഇല്ലെങ്കിൽ മൊബൈൽ നോക്കി അതിന് അഡിക്റ്റായി മാറുള്ളൂ.